ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഥവാ ഹേമ കമ്മീഷൻ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ ചില്ലറയല്ല. അത് വന്നതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നടിമാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വരികയുണ്ടായി. ഒരുപാട് നടന്മാരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയും എന്നാൽ അതോടൊപ്പം തന്നെ പലതരം കള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ അതിന് ബദലായിക്കൊണ്ടോ അതിനപ്പുറമോ ഇപ്പോൾ ആൾക്കാരെ, അതായത് പുരുഷന്മാർ വല്ലാത്തൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു പുരുഷ കമ്മീഷൻ വേണം. സത്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ സാർ, ഒരു പുരുഷ കമ്മീഷൻ? ഉറപ്പായിട്ടും ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പൊതുവായുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. കാരണം ഇന്നലെ നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഒരു ബില്ല് അവതരിപ്പിക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടു. നിയമസഭയിൽ പുള്ളി ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയാണ്. സ്വകാര്യ ബില്ലെന്ന് ഉദ്ദേശിച്ചത് പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ വേണം. വനിതകളുടെ ഏത് പ്രശ്നങ്ങളും എന്ത് പ്രതിസന്ധി വനിതകൾക്കുണ്ടായാലും പെട്ടെന്ന് ഇടപെടാൻ വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പുരുഷന്മാരുടെ ഏത് കാര്യങ്ങൾക്കും പൊതുവായിട്ടുള്ള പൊതുകാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വന്നാൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവർക്ക് ജാമ്യം കിട്ടാനും അവർക്ക് മറ്റുള്ള പൊതുവായി അവർക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പുരുഷ കമ്മീഷൻ വേണം. പൊതുവെ ഇപ്പോൾ അടുത്ത കാലത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസുണ്ട്. പല കാര്യങ്ങളിലും സ്ത്രീകൾ പെട്ടെന്നൊരു കേസ് കൊടുത്താൽ ആ കേസിന് പെട്ടെന്നൊരു ആക്ഷൻ, പെട്ടെന്നൊരു നടപടി, പെട്ടെന്നൊരു അറസ്റ്റ്, അവരുടെ കുടുംബത്തെ അപമാനിക്കൽ, അത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഏത് സ്ത്രീയും ഒരു പരാതി കൊടുത്താൽ പെട്ടെന്ന് ജാമ്യം കിട്ടാത്ത രീതിയിൽ റിമാൻഡ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് പിന്നെ ആ പുരുഷന് ഉണ്ടാകുന്ന നാണക്കേട്, അവന് ജാമ്യം കിട്ടുന്നില്ല. അതിനകത്ത് ശരി 50% ചിലപ്പോൾ കേസുള്ളതായിരിക്കും, കേസ് ഇല്ലാത്തതായിരിക്കും. സ്ത്രീകൾ ചിലപ്പോൾ പല സ്ത്രീകളും ഇതിനകത്ത് എല്ലാവരും നല്ലവരും ചീത്തയൊക്കെ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അന്നേരം അവർ നമ്മളെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതി കൊടുക്കുന്ന കേസുകളും ചിലപ്പോൾ കാണും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു തുല്യനീതി ഉറപ്പാക്കണം എന്നാണ് ഈ പുരുഷ കമ്മീഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും നീതി കിട്ടണം. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ശരിയാന്നല്ല പറയുന്നത്, ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഒരിക്കലും ശരിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുമില്ല. പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പറയുന്ന പുരുഷന്മാർക്കും ഒരു തുല്യ നീതി സമൂഹത്തിൽ കിട്ടണം, സ്ത്രീകൾക്കും കിട്ടണം. സ്ത്രീകളെ ഒരു കാരണവശാലും സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ യോജിക്കുന്നു. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയൊക്കെ, തമിഴ്നാട് ഹൈക്കോടതിയൊക്കെ ഇന്നലെ പറയുന്നത് കേട്ടു, സ്ത്രീകളെ നമ്മൾ ജോലി സ്ഥലത്തായാലും സ്ത്രീകളെ നോക്കിയാലോ അവരുടെ ഒരു വസ്ത്രത്തെ പറ്റി എന്ത് പറഞ്ഞാൽ പോലും അതൊരു സ്ത്രീ പീഡനം എന്നുള്ള രീതി കേസെടുത്ത് ഉടനടി അറസ്റ്റ് ചെയ്യണം. അതിനെപ്പറ്റി എന്ത് പറയുന്നു ശാരിക? സാറ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആതിരയുടെ കേസ്, ആതിര എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഒരുത്തൻ കയറി കുത്തി കൊലപ്പെടുത്തിയിട്ട് ഓടി രക്ഷപ്പെട്ടു. അവൻ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ആ കേസിന്റെ ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററി തപ്പി പോവുകയാണെങ്കിൽ സ്ത്രീകൾ നാണം കെടും. കാരണം ഇവർ തമ്മിൽ ഇവളെ ഒന്ന് പെട്ടെന്ന് കണ്ട് ഒരു മോഷണ ശ്രമത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിലോ സ്വത്ത് തർക്കത്തിന്റെ പേരിലോ ഒന്നും അല്ല കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതായത് ഇതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയും ഏതാണ്ട് 1.5-2 വർഷത്തിനടുത്തുള്ള ബന്ധം പുലർത്തുകയും ചെയ്യും. ബന്ധം എന്ന് പറഞ്ഞാൽ അവിഹിതം തന്നെ. അത് പറയുമ്പോൾ നമുക്ക് ലജ്ജയുണ്ട്. പക്ഷേ ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് സ്ത്രീയാണ്. അവർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പുരുഷന്മാർ? അതോടെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പ്രേമിപ്പിക്കുക അല്ലെങ്കിൽ അവിഹിതം പുഷ്പിപ്പിക്കുക. അതിനുശേഷം അതൊരു വളരെ സീരിയസ് ആയിട്ട് ലെവലിലേക്ക് ഇമോഷണലി ഒരു പുരുഷനെ എത്തിച്ച് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അയാൾക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു ലെവലിലേക്ക് എത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ലൈംഗികതയുണ്ട്. ഇത് എത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഇത് തുടങ്ങുമ്പോൾ തന്നെ സ്ത്രീക്കറിയാം തനിക്ക് 2 കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, ഇവരൊന്നും അറിയാതെയാണ് ഇവർ ഇറങ്ങി പുറപ്പെടുന്നത്. അതിനുള്ള ധൈര്യമൊക്കെ ഇവർക്കുണ്ട്. അവസാനം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് ഈ പറയുമ്പോൾ പുരുഷൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്, എനിക്ക് നീലാതെ പറ്റത്തില്ല, നീ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സ്ത്രീ കൈമലത്തിൽ കാണിക്കുന്നു. അപ്പോൾ എല്ലാ പുരുഷന്മാരും അവരുമൊക്കെ മനുഷ്യരല്ലേ സാർ, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. അവസാനം അയാൾ പറഞ്ഞത് ആ ഇമോഷന്റെ പുറത്ത് ചെയ്തു പോയെന്നാണെന്ന് പറഞ്ഞാൽ കരുതിക്കുട്ടി തന്നെയാണ് അത് ചെയ്തതെന്നും ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിനിടയിലാണ് കഴുത്തറുത്തതെന്നും ഒക്കെ പറയുന്നു. പക്ഷേ ചെന്ന് ഇയാളെ സൽക്കരിക്കുകയും ഇയാൾക്ക് ചായ കൊടുക്കുന്നതൊക്കെ തെളിവുകൾ അവിടെ ഉണ്ട്. ഇയാൾ ചെല്ലുന്നതിന് തെളിവുകളുണ്ട്. ഇയാൾ പലവട്ടം അവിടെ ചെന്നിട്ടുണ്ട്. ഇതിലെ ചില വിവരങ്ങൾ ഭർത്താവിന് അറിയാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു ലൈംഗികദാരിദ്ര്യം കൂടുതൽ സ്ത്രീകൾക്കാണ്. തീർച്ചയായിട്ടും അങ്ങനെ തോന്നിപ്പോവുകയാണ് സാർ. കാരണം ഈ നിയമത്തിന്റെ ഒരു പഴുത് അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു ആനുകൂല്യം സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പുരുഷന്മാർ ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഉറപ്പായിട്ടും അതെ. നമ്മൾ പണ്ട് പഴമൊഴിക്കാർ പറയുന്ന പോലെ ഏത് പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ട്. അതുപോലെ തന്നെ ഏതൊരു പുരുഷന്റെ പരാജയത്തിന് പിന്നിലും ഒരു വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ പല രീതിയിലുള്ള ട്രാപ്പും പല കാര്യങ്ങളും വലിയ സ്ഥാപനങ്ങളിൽ ഇപ്പം ആണെങ്കിൽ നിമിഷ നേരത്തിനുള്ളിൽ വലിയ MDകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, വലിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. നിസ്സാര സ്ത്രീപീഡനമോ കാര്യങ്ങളോ ആരോപണങ്ങളോ ഒക്കെ ബോബി ചെമ്മണ്ണൂർ തന്നെ കോടീശ്വരനുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഗ്രീഷ്മ വധക്കേസ്, ഷാരോൺ വധക്കേസ് തന്നെ. ഷാരോണിനെ അവർ വശീകരിച്ച് പല രീതിയിൽ അവർ ഒരുമിച്ചുള്ള സൗഹൃദമായിരുന്നു. പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് വേറെ രീതിയിലേക്ക് കേസ് തിരിച്ചു വിട്ടു, അവനെ വിഷം കൊടുത്തു, അവനെ കൊന്നു. ഇപ്പൊ അവരെയൊക്കെ ശിക്ഷിച്ചു. എന്നാലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത് പുരുഷ കമ്മീഷൻ വേണമെന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു കേസ് നേരത്തെ പെട്ടതാണ്. അദ്ദേഹം ഒരു സ്ത്രീപീഡന കേസിൽ പെട്ട് ആ കേസ് ഇപ്പൊ കോടതിയിലാണ്. അതിന് പുള്ളി പറയുന്നതിന് എല്ലാവരും കൂടി എൽദോസ് കുന്നപ്പള്ളി, രാഹുൽ ഈശ്വർ, ബോബി ചെമ്മണ്ണൂർ ഇവരൊക്കെ ഒരു ഗ്രൂപ്പാണെന്നും പറഞ്ഞാണ് പൊതുവെ ഒരു സംസാരം. പക്ഷേ പൊതുവെ ഒരു അന്വേഷിക്കാനുള്ളൊരു സമയവും കൊടുക്കണം എന്നുള്ളതാണ് പൊതുവെ ഒരു സമയം. ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്താൽ അത് പോലീസ് സ്റ്റേഷനിൽ SHO അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച്
പഠിച്ച ഇയാൾ ശരിയാണോ, എന്നെ സംഭവം ശരിയാണോ, ഇതിപ്പോൾ അന്വേഷിക്കുകയോ പഠിക്കുകയോ ഒന്നും വേണ്ട. മോളിൽ നിന്ന് റെക്കമെൻഡേഷൻ, മോളിൽ നിന്നൊരു വിളിച്ചു പറച്ചിലൂടെ ഉണ്ടെങ്കിൽ 5 മിനിറ്റുള്ള അവനെ പിടിച്ച് അവൻ അകത്തിട്ട് അന്നേരം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ജാമ്യം കൊടുക്കത്തില്ല, റിമാൻഡായി, പേപ്പറിൽ വന്നു, നാട്ടുകാരറിഞ്ഞു. പിന്നെ അവസാനം അവനെ വെറുതെ വിട്ടാൽ പോലും നമുക്ക് അവൻ ഓൾറെഡി അവൻ്റെ കുടുംബത്തിനോ അവൻ്റെ ഉണ്ടാകുന്ന നാണക്കേട് ഒരിക്കൽ പിന്നീട് അവനൊരു പീഡനക്കാരെന്നുള്ള രീതിയിൽ അറിയപ്പെടുള്ളൂ. സംഭവം ഒട്ടും ശരിയല്ലെങ്കിലും ഭാവിയിൽ ഉറപ്പായിട്ട് ഒരു പീഡന വീരൻ എന്നാണ് അവനെ പൊതുവെ അറിയപ്പെടുന്നത്. അതിനെപ്പറ്റി ശരി എന്നാ പറയുക, അത് നമുക്ക് തിരുത്താനൊന്നും നമുക്ക് പറ്റുന്നില്ല. അതെ, പക്ഷെ സാർ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതിപ്പോൾ സമൂഹത്തിൽ സംഭവിച്ചു. പക്ഷെ ഇതിലൊരു മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞൊരു ഹേമ കമ്മീഷൻ വന്ന പോലെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി വന്ന പോലെ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് ഫലപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാത്തിനും കമ്മീഷനും മറ്റതും മറിച്ചതും ഒക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. അക്കൂട്ടത്തിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് അങ്ങനെ ഒരു കമ്മീഷൻ ചെയ്ത് കൊടുത്തുകൂടാ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുവാദം കൊടുത്തുകൂടാ നിയമത്താലുള്ളത്? കാരണം അത് സുതാര്യമായിരിക്കണം. ഈ പറയുന്ന പോലെ സ്ത്രീ കേന്ദ്രീകൃത സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്നിട്ടും അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്, അവർ അലമുറയിടുകയാണ് ഞങ്ങൾക്ക് ഒരു പുരുഷ കമ്മീഷൻ തരണമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചെയ്ത് നോക്കുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സംരക്ഷണത്തിന് സമിതിയുണ്ട്. മൃഗങ്ങൾക്ക്, ആനിമൽസിന് സംരക്ഷണ സമിതികളുണ്ട്. ഈ പറയുന്ന പോലെ വൃദ്ധജനങ്ങൾക്ക് സംരക്ഷണ സമിതിയുണ്ട്, സ്ത്രീകൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് പുരുഷന് മാത്രം കൊടുത്തുകൂടാ. നമ്മൾ എല്ലാവരും നമ്മുടെ ആ സമൂഹത്തിൽപ്പെട്ട ഒരു ജീവി കൂടല്ലേ പുരുഷൻ എന്നുള്ളത്. പുരുഷനും സ്ത്രീയും കൂടെ ചേരുമ്പോഴാണല്ലോ ഇതെല്ലാം കൂടെ പൂർണ്ണമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൈ അടിച്ച സൗണ്ട്, ഒരു കൈ വായുവിൽ ഇങ്ങനെ വീശിയ സൗണ്ട് അടിക്കത്തില്ല. രണ്ടും കൂടെ, ഒരു സ്ത്രീ ഒരു കുറ്റത്തിൽ പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ അപ്പുറത്തൊന്നെങ്കിലും ഒരു പുരുഷനുണ്ടായിരിക്കും. മിക്ക കേസുകളിലും പുരുഷൻ തന്നെയാണ് അപ്പുറത്തേക്ക്. അതുപോലെ ഇപ്പം തിരിച്ചൊരു സ്ത്രീ കൊല്ലപ്പെടുത്തുക ചെയ്താലും അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും വാദം കേൾക്കാൻ കോടതി മാത്രമല്ല, ഈ പറഞ്ഞ ഒരു പുരുഷ കമ്മീഷൻ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറേ, നമ്മൾ ഈ ലോകം കണ്ട ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ ഇമേജ് തന്നെ ഇടിഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? മോണിക്ക ലെവിൻസ്കി എന്ന് പറഞ്ഞ കേസിൽ, അതായത് ആ ഒരു ലൈംഗിക കേസിൽ അദ്ദേഹം ഇംപീച്ച്മെൻറ്റ് വിധേയനാകുന്നു. അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സകല ഇമേജും തകർന്നടിഞ്ഞു പോയി. ആ ബിൽ ക്ലിൻ്റനെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ മറന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം ഇപ്പോഴും ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്നിട്ടും എനിക്കിപ്പോൾ ബിൽ ക്ലിൻ്റനെ അമേരിക്കയിലെ ഗ്രേറ്റ് പ്രസിഡന്റ് എന്നല്ല, അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല ഓർക്കുന്നത്, അദ്ദേഹം മോണിക്ക ലെവിൻസ്കിയുമായിട്ടുള്ള കേസാണ് ഓർക്കുന്നത്. അതാണ്, ഒരു സ്ത്രീ വിചാരിച്ചാൽ, ഒരു ചാര വനിത വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു സാധാരണ വനിത വിചാരിച്ചാൽ പോലും ഒരു രാജ്യത്തെയോ രാജ്യത്തിൻ്റെ ഇന്റർനാഷണൽ ബന്ധങ്ങളെയോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയോ ഒക്കെ വഷളാക്കിയിടാൻ പറ്റും. അപ്പോൾ സ്ത്രീ നല്ലതുമാണ് ചീത്തയുമാണ്. എന്നാൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്നല്ല, എല്ലാ പുരുഷന്മാരും കള്ളന്മാരാണെന്നല്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നും സംസാരിക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠനങ്ങൾ നടത്താനും ഒരു പുരുഷ കമ്മീഷൻ ആവശ്യം തന്നെയാണ്. ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. പക്ഷേ അത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അത് ഇത് രൂപീകരിക്കാൻ പറ്റുമോ നമുക്കറിയത്തില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടണോ? എല്ലാ സംസ്ഥാനങ്ങളിലൂടെ പറ്റുമോ? ഒരു സംസ്ഥാനത്ത് നിയമിക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എല്ലാവരും ഉറപ്പുണ്ട്. 33% അവർ പാർലമെന്റ് വരെ അവരെ സംവരണം വരുത്തിയിട്ടുണ്ട്. അത് 50% അവരെ എല്ലാ കാര്യത്തിലും ഇപ്പം നോക്കിക്കുന്ന കേരളത്തിലെ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ അവർക്ക് സംവരണമുണ്ട്. എത്രയോ മുനിസിപ്പാലിറ്റികളിൽ ചെയർമാനായിട്ടും മറ്റേ അവർ വരുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് എല്ലാ പാർട്ടികളും, എനിക്ക് തോന്നുന്നു BJP ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ ആനുകൂല്യങ്ങളും സ്ത്രീകൾക്കും വനിതകൾക്കും എല്ലാം കൊടുക്കുന്നത്. എല്ലാ പാർട്ടികളുടെ ചീഫായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ വനിതയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു ആക്ഷനൊക്കെ വരുന്നതിനിടയ്ക്ക് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റാണ്. പ്രത്യേകിച്ച് വലിയ വലിയ ആൾക്കാരൊക്കെയാണ് അന്ന് തന്നെ അറസ്റ്റ്. പക്ഷേ ഗവൺമെന്റ് വിരോധമുള്ളവർ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇതൊന്ന് കണ്ടുപിടിച്ച് ഇതിന്റെ 100% ഒരു സത്യാവസ്ഥ, ഒരു SHO ആണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ ഒരു നിയമശാസ്ത്രത്തെ അന്വേഷിച്ച് ഇന്ന സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായി ചോദ്യം ചെയ്യുന്നൊന്നുമില്ലല്ലോ. വീട്ടിൽ ചെല്ലുക, അന്നേരം അറസ്റ്റ് ചെയ്യുക, അന്നേരം മജിസ്ട്രേറ്റിന്റെ അടുത്തുകൊണ്ട് അന്നേരം റിമാൻഡ്. പിന്നെ അതിനകത്തൊന്നുമില്ല. 14 ദിവസം കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ 48 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഇവനെ സമൂഹം കാണുന്നത് ഇങ്ങനെയാണ്. അത് കാണിക്കാത്ത രീതിയിൽ പുരുഷന്മാർക്കും അവരുടേതായ കാര്യങ്ങൾ പറയാൻ ഒരു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് ഒരു പൊതുസമൂഹത്തിലെ ഒരു കുറേ ആൾക്കാരിലും ഉറപ്പായിട്ടും പറയുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ വെച്ച് ഒത്തിരി ഇവരെ നമ്മുടെ രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ പറയുന്നല്ലോ, പൊതുവായ ഒരു സംസാരം പറയുന്നത് ഇങ്ങനെയുള്ളതൊക്കെ പൊതുവെ നല്ല കാര്യങ്ങളാണ്. എല്ലാ പുരുഷ കമ്മീഷൻ വേണം, സ്ത്രീകൾക്ക് കമ്മീഷൻ. ഇപ്പോൾ ശാരിക പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ആനുകൂല്യങ്ങളുണ്ട്. ആന്റി ക്യാപ്റ്റനുണ്ട്, എല്ലാവർക്കും അതിൻ്റെതായ വികലാംഗക്ഷേമ കോർപ്പറേഷൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അന്നേരം ഒരു കമ്മീഷനെ വെച്ചെന്നോ അതിന്റെ അധ്യക്ഷനോ ഒരു വണ്ടിയെ ഓടിയെന്നോർത്ത് വലിയ നഷ്ടമൊന്നും സർക്കാരിന് അകപ്പാടെ ഒരു സർക്കാർ വണ്ടിയെ കൊടുക്കണം, കുറച്ച് ആനുകൂല്യങ്ങളും കൊടുത്താൽ അതൊക്കെ കുറേയൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. മുഴുവനായിട്ട് ഇപ്പോൾ പുരുഷ കമ്മീഷൻ വന്നാലും പറ്റത്തില്ല. എന്നാലും പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് കൗൺസിലിങ്ങോ മറ്റുള്ളതൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളെ, ഇപ്പോൾ ഏത് കേസിൽ സ്ത്രീകളെ ഒത്തിരി ആൾക്കാരെ പെടുത്തുന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും സാറിനറിയാമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊന്ന് 2-3 ആഴ്ച മുമ്പ് ഒരു യുവ എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിലല്ല, പുറത്താണ്, മീൻസ് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അയാൾ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. അയാളുടെ ഈ ഭാര്യയുടെ അലിഗേഷൻസ് ആണ്, കല്യാണം കഴിച്ചു പോയിട്ടുള്ള എക്സ് വൈഫിൻ്റെ ഈ ആരോപണങ്ങൾ കൊണ്ട് അച്ചെറുക്കൻ ആത്മഹത്യ ചെയ്യുന്നു
ചെയ്യുന്നു പറഞ്ഞ് ഇവൻ ഫേസ്ബുക്കിൽ ലൈവും കൂടെ വന്നിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചേട്ടൻ്റെ അനിയത്തി, അതായത് അവളുടെ ചേട്ടൻ പ്രൊഫസറാണ്, അയാൾ കല്യാണം കഴിച്ചു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു വിവാഹം. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഷോക്കായിപ്പോയി സർ. കാരണം ഒരു മാട്രിമോണി അലയൻസ് വഴി അവർ വിവാഹം കഴിക്കുന്നു, അതും നമ്മുടെ ഹൈദരാബാദിലാണ്. അയാൾ നല്ലൊരു പ്രൊഫസറാണ്, ഒരു കോളേജിൽ നല്ലൊരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം വിവാഹം കഴിക്കുന്നു, ആ പെൺകുട്ടിയെ കിട്ടി ഇങ്ങോട്ട് കൊണ്ട് അവർ ഉത്തരേന്ത്യയിൽ നിന്ന് അങ്ങനെ വിവാഹം കഴിക്കുന്നത്. 3 ദിവസം വിവാഹം കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. അവൾ 3ാമത്തെ ദിവസം അവൾ പിണങ്ങി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടി ഒരു തരത്തിലും ഹസ്ബൻഡിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ ജീവിക്കാനോ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ പോയി കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്കെതിരെ ഇവർ കള്ളക്കേസ് കൊടുത്തു. കള്ളക്കേസ് കഴിഞ്ഞാൽ അലിമണി കൊടുക്കണം, അതായത് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് ഇയാൾ നിരന്തരം ഇങ്ങനെ ടോർച്ചർ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പറയുന്ന അനിയത്തിക്കുട്ടിക്ക് പോലും പുറത്തേക്ക് പോകാനോ, ആ കുട്ടിയും എഞ്ചിനീയറാണ്, അവർക്ക് പുറത്തേക്ക് പോകാനോ, അവരുടെ ഫാമിലി രണ്ട് ആണും പെണ്ണുമായിട്ട് 2 മക്കളെ ഇവർക്കുണ്ടായിരുന്നു. അവരുടെ ഫാമിലി നാണം കെട്ടു. അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് ഒരു ബാംഗ്ലൂരാണ് താമസിക്കുന്നത്, വർഷങ്ങളായിട്ട് ഒരു ബാംഗ്ലൂർ താമസിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ല, ജോലി പോലും കിട്ടുന്നില്ല ഈ കേസ് കാരണം എന്നാണ് പറയുന്നത്. മനഃപൂർവ്വം ഈ ഒരു തെറ്റ് ചെയ്യാത്ത ആ ഒരു വ്യക്തി, ആ ചെറുപ്പക്കാരനെ ഹരാസ് ചെയ്യുകയാണെന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ആ ലൈവ് നിർത്തുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ ആ പെൺകുട്ടി അപ്ലോഡ് ചെയ്തിടുവാണ്. വേറൊരു വിധമില്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഒറ്റപ്പെട്ടതല്ല. ഇപ്പോൾ ഒരുപാട് കേസുകൾ പുരുഷന്റെ ആത്മഹത്യയിലേക്ക് സ്ത്രീകൾ കാരണം, കള്ളക്കേസുകൾ കാരണം, കള്ളപ്പരാതികൾ കാരണം ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു അറുതി വരണമെങ്കിൽ ഉറപ്പായിട്ടും പുരുഷ കമ്മീഷൻ പോലുള്ള ഒരു സംഭവം, ഒരു കമ്മീഷൻ വരുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ അവസാനിപ്പിക്കാൻ ഒരു പരിധിവരെ ചിലപ്പോൾ സഹായകരമായേക്കാം. ഒരു തെറ്റും ചെയ്യാത്ത, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കള്ളക്കേസിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പെടുന്നു, പെട്ടെന്ന് തന്നെ എഫ്ഐആർ ഇടുന്നു, അവനെ 2 ദിവസം ലോക്കപ്പിലിട്ട് കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ അവൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാലും അവൻ മുദ്ര കുത്തപ്പോഴും ഒരു ചാപ്പ കുത്തിയിരിക്കും. അവനെയൊക്കെ കല്യാണം കഴിക്കുന്ന സൂക്ഷ്യം കണ്ടും വേണം, അല്ല അവനെ ഇങ്ങനെ ഓഫീസിൽ എടുക്കുന്ന സൂക്ഷ്യം കണ്ടു. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. മറിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനും ഒരാളുണ്ട്, അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള കമ്മീഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേര് ദോഷം അവർക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. പല ചെറുപ്പക്കാരും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടതിരിക്കും. അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ, സ്ത്രീകൾക്കൊരു കമ്മീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുരുഷനൊരു കമ്മീഷൻ ഉണ്ടാവണം.